നമുക്കിന്ന് ഒരു ടിപ്പായാലോ? നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കാച്ചു നിൽക്കുന്ന ഒരുപാട് വെണ്ടക്കായ ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ എത്ര ഉപയോഗിച്ചിട്ടും തീരുന്നില്ല എങ്കിൽ പിന്നീടായിട്ടുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടി നമുക്കതെങ്ങനെ സൂക്ഷിക്കാം? അല്ലെങ്കിൽ ചിലപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച വെണ്ടക്കായ ആയാലും അതെങ്ങനെയാണ് നമുക്ക് കുറച്ച് നാൾ നീട്ടിയിട്ട് നമുക്കതെങ്ങനെ സൂക്ഷിച്ച് അടുത്ത പ്രാവശ്യം കറി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിരിക്കുന്ന വെണ്ടക്കായ ആണെങ്കിൽ നമുക്കതുകൊണ്ടൊരു സൂത്രം ചെയ്താലോ? കഴുകി വൃത്തിയാക്കി ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് ഇതുപോലെ വെച്ച് നമുക്ക് പീസുകളാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ ഇടാം. ഇതാ ഇപ്പോൾ എൻ്റെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഇത് ആദ്യം തന്നെ നമ്മൾ കഴുകി തുണി കൊണ്ട് ഉണക്കി ട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതങ്ങനെയല്ല നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വഴുവഴുപ്പ് ഉണ്ടാവും നല്ലോണം. അപ്പോൾ ആ വഴുവഴുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി നമുക്കതിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിതിലിട്ടിട്ട് വാട്ടിയെടുക്കുകയാണ്. ഇത് വാടി ഒരു ആവശ്യമുള്ള പരുവത്തിലായിട്ടുണ്ട്. മെയിനായിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി വാടിത്തുടങ്ങി. ഇത്രയും വാട്ടിയാൽ മതി നമുക്ക്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിതിവിടെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ച് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഒരാഴ്ചയോളം ഇത് കേടാവാതിരിക്കും. നമുക്ക് എന്ത് കറിയാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ സാമ്പാറാണെങ്കിൽ സാമ്പാർ തിളച്ച ഗ്രേവിയിലേക്ക് ഇത് നമുക്ക് എത്രയാണോ ആവശ്യം വെണ്ടക്ക അത്ര ഇട്ട് കൊടുക്കുക. ഇനി വെണ്ടയ്ക്ക് പാല് പിഴിഞ്ഞ കറിയാണെങ്കിലും അതിലേക്ക് ആ ഗ്രേവിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് വീട്ടിൽ സമൃദ്ധിയായിട്ടുണ്ടാകുന്ന വെണ്ടയ്ക്ക് എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുക. അപ്പോൾ പീടികയിൽ നിന്ന് വാങ്ങി വെച്ച വെണ്ടക്കായാണെങ്കിലും കേടാവാതിരിക്കാൻ നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഇത് പരീക്ഷിക്കാം.